പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1-ാം വാർഷിക ദിനത്തിൽ കശ്മീർ താഴ്വര സുരക്ഷയുടെ പുനഃക്രമീകരണത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പ്രതിരോധത്തിൽ നിന്ന് മുൻകരുതലിലേക്കുള്ള ആക്രമണത്തിലേക്കും അതേപോലെ സേനയുടെ തന്ത്രങ്ങൾ മാറ്റിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതൂർന്ന് ഉള്ള വനമേഖല കേന്ദ്രീകരിച്ചുള്ള ഭീകരവേട്ടയിലേക്ക് സംയുക്ത സേനാ പോരാട്ടത്തിന്റെ അടവുമാറ്റം വിജയം കാണുന്നുണ്ട്. ഇപ്പോൾ താഴ്വരയിൽ ഭീകരന്റെ തോക്കിൻ മുനയിൽ തീരുന്ന ഇരയുടേത് ഇന്ന് പഴങ്കഥയാണ്. കൊടും കാടുകളിൽ ഇടതൂർന്ന വനമേഖലയിൽ ഭീകരനെ വേട്ടയാടുകയാണ് സുരക്ഷാസേന. പാരാമിലിറ്ററിയും പോലീസിന്റെ 2 പുതിയ ഭീകരവിരുദ്ധ സ്ക്വാഡുകളുമാണ് വേട്ടക്കാർ. സ്നോ ലെപ്പേർഡും മാർഖോറും. താഴ്വരയുടെ ഉയർന്ന മേഖലകളിൽ വസിക്കുന്ന 2 വേട്ടമൃഗങ്ങളുടെ പേരാണ് SOGയുടെ പുതിയ യൂണിറ്റുകൾക്ക്. ഫലം, പെഹൽഗാമിന് ശേഷം ഒരു ആക്രമണം ആസൂത്രണം ചെയ്യാൻ കഴിയാതെ ഭീകരർ ചിതറിയോടുന്നു. അതിർത്തി കാക്കാൻ സൈന്യത്തെ പോലെ പ്രാധാന്യമുള്ളതാണ് നാട് കാക്കുന്ന യൂണിറ്റുകൾ. നഗര ഗ്രാമ കേന്ദ്രീകൃത ഏറ്റുമുട്ടലുകളിൽ ജമ്മു കശ്മീർ പോലീസ് നിർണായക ഘടകമാകുമ്പോൾ പ്രത്യേക സംഘങ്ങൾ വനമേഖല അരിച്ചുപെറുക്കി ഭീകരരെ വകവരുത്തുന്നു. ഈ എലൈറ്റ് കമാൻഡോകളുടെ പോരാട്ട വീര്യമാണ് ഡെച്ചിങ്ങാം വനമേഖലയിൽ പെഹൽഗാം ഭീകരരെ തീർത്തതിനും പീർ പഞ്ചാൽ വനമേഖലയിൽ ജെയ്ഷെ ഭീകരൻ സൈഫുള്ളയെ വകവരുത്തിയതിനും പിന്നിലുള്ളത്. പോരാട്ടങ്ങളുടെ രൂപരേഖ മാറിയപ്പോൾ ഏകോപനവും ശക്തമാക്കേണ്ട സാഹചര്യമെത്തി. താഴ്വരയിൽ സുരക്ഷാ ഏജൻസികളും സേനകളും കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഏത് വനമേഖലയും പർവ്വത പ്രദേശവും സേനയുടെ റഡാറിലുണ്ട്. പെഹൽഗാമിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രയോഗവും വിശദാംശങ്ങളും NIA അന്വേഷിക്കുന്നു. അർജുൻ പീതാംബരൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.